എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും DJN EduHub-ന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കമ്പനി ബോർഡ് LGS എക്സാം കഴിഞ്ഞു. ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസുകൾ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് ചോദിച്ചു. ക്വസ്റ്റ്യൻസുകൾ ഏറെക്കുറെ തന്നെ ബേസ് ലെവലുള്ള ക്വസ്റ്റ്യൻസുകളാണ്, പക്ഷെ അതിൽ തന്നെ കുറച്ച് നിലവാരമുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന ആ എക്സാമിന്റെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതിൻ്റെ എക്സാക്ട് ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷൻസിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? 4 ഓപ്ഷൻസുകൾ: കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ്, മെഡിസെപ്പ്, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ്, പ്രൈം മിനിസ്റ്റേഴ്സ് ആരോഗ്യ ഇൻഷുറൻസ്. ഓക്കെ, ഇത് പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആൻസർ എന്താണ്? മെഡിസെപ്പ് ആണ്. മെഡിസെപ്പ്. ഓക്കെ, അപ്പൊ കേരള ഗവൺമെന്റ് ഈ വർഷം എന്ന ചോദ്യം ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം നിങ്ങൾക്ക്, പക്ഷെ ആൻസർ മെഡിസെപ്പ് ആണ്. മെഡിസെപ്പ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതാണ്? ആമാശയം, ചെറുകുടൽ, വൻകുടൽ, അന്നനാളം. ആൻസർ ചെറുകുടലാണ്. നമുക്കറിയാം, ദഹനം ആരംഭിക്കുന്ന ഭാഗം വായിൽ വെച്ചാണ്. ദഹനം പൂർണ്ണമാകുന്ന ഭാഗം ചെറുകുടലാണ്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ഭാഗം ചെറുകുടലാണ്. കാരണം ചെറുകുടലാണ് വില്ലസുകൾ കാണപ്പെടുന്നത്. വില്ലസുകളാണ് ഈ ആഗിരണ പ്രക്രിയയുടെ പ്രതല വിസ്തീർണം കൂട്ടുന്നത്. സോ ആൻസർ ചെറുകുടലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. വൈറ്റമിൻ എ, നമ്മൾ ജീവകം എ റെറ്റിനോൾ എന്നൊക്കെ പറയും അല്ലെ. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. നിശാന്തത നമ്മളെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. നിശാന്തത മാത്രമല്ല, സിറോഫ്താൽമിയ വരുന്നുണ്ട്, അതേപോലെ കെരാറ്റോമലേസിയ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥയാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ 2023 എക്സാമിനും PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സങ്കര ഇനം തക്കാളി ഏതാണ്? ആൻസർ മുക്തിയാണ്. അനഘ, അക്ഷയ, ശക്തി, മുക്തി. അനഘ, അക്ഷയ, ശക്തി, മുക്തി ഇതൊക്കെ പ്രധാനമായിട്ടും സങ്കര ഇനം തക്കാളിയാണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ശബരി, ത്രിവേണി അതൊക്കെ നെല്ലിന്റെ ഇനമാണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ശബരി, ത്രിവേണി, ജയൊക്കെ നെല്ലിന്റെ ഇനങ്ങളാണ് അല്ലെ. ഹരിത, ശ്വേത, നീലിമയൊക്കെ എന്താണത്? വഴുതനയുടെ ഇനങ്ങളാണ്. ജ്വാലാമുഖി, ജ്വാലാസഖി, ഉജ്ജ്വല, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ് ഒക്കെ എന്താണ്? പച്ചമുളകിന്റെ ഇനങ്ങളാണ്. ഓക്കെ, ദെൻ കൊച്ചിൻ ചൈന, മലയൻ ഡാർഫ്, T*D, D*D, ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ അതൊക്കെ എന്താണ്? തെങ്ങിന്റെ ഇനങ്ങളാണ്. കൈരളി, ലോലയൊക്കെ പയറിന്റെ ഇനങ്ങളാണ്. പ്രീത, പ്രിയങ്ക, പ്രീതി ഇതൊക്കെ എന്താണ്? പാവലിന്റെ ഇനങ്ങളാണ്. ഓക്കെ, സോ മുക്തി തക്കാളിയുടെ സങ്കര ഇനമാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ആൻസർ അത് തെന്മലയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച് എവിടെ പറഞ്ഞു? അത് തെന്മലയാണ്. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ്? അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രയോജനപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ ആ വാതകത്തെ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. അത് ഏത് വാതകമാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ അകത്തേക്ക് എടുക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഹൈഡ്രജനുമായി ചേർത്താണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പോൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ചോദിച്ചാൽ ആൻസർ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണത്. ഓക്കെ, പുറത്തേക്ക് വിടുന്ന വാതകമാണെങ്കിൽ ഓക്സിജൻ ആണ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏതാണ്? ആൻസർ കോവാക്സിൻ ആണ്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏതാണ് പറഞ്ഞു? കോവാക്സിൻ ആണ്. കോവാക്സിൻ. നിപ രോഗത്തിന് കാരണമായ ജീവി ഏതാണ്? നിപ നമുക്കറിയാം ഒരു വൈറസ് രോഗമാണ് അല്ലെ. നിപ രോഗത്തിന് കാരണമായ ജീവി ഒരു വൈറസ് ആണ്. നിപ വൈറസ് എന്ന് പറയും നമ്മൾ. അത് നിപ പ്രധാനമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് വവ്വാൽ വഴിയാണ്, ബാറ്റ് വഴിയാണ്. ടീറോപ്പസ്, ഫ്ലൈയിങ് ഫോക്സ് എന്നറിയപ്പെടുന്ന ഒരു വവ്വാൽ വഴിയാണ്. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഇതൊരു ക്യാമ്പയിൻ ആണ്.
നമ്മുടെ കൊറോണ വൈറസ് കോവിഡുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിനാണ് ബാക്ക് ടു ബേസിക്. ശൈലജ ടീച്ചറൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ക്യാമ്പയിൻ ആയിരുന്നു ബാക്ക് ടു ബേസിക്. അത് കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ കേരള ആരോഗ്യമന്ത്രി ആരാണത്? നമുക്കറിയാം വീണ ജോർജ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞ LGS എക്സാമിന് ചോദിച്ചിരുന്നു. ഓക്കെ, അത് നിലവിൽ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? അല്ലെ, സാധാരണ പനികളൊക്കെ ഉണ്ടാകുന്നു. പക്ഷിപ്പനി ആയിക്കോട്ടെ, പന്നിപ്പനി ആയിക്കോട്ടെ, ഡെങ്കിപ്പനി ആയിക്കോട്ടെ, സികാപ്പനി ആയിക്കോട്ടെ, മഞ്ഞപ്പനി ആയിക്കോട്ടെ, ഇല്ലയോ? സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആരാണത്? വൈറസ് ആണ്. നമ്മൾ H5N1 എന്ന് പറയും. H5N1. ഓക്കെ, സോ പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി എന്താണ്? വൈറസ് ആണ്. ഓക്കെ, അടുത്ത ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ അത് ജനീവയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പറഞ്ഞത്? ജനീവ. ഓക്കെ, ഓങ്കോളജി ഏത് അസുഖത്തെ കുറിച്ചുള്ള പഠനമാണ്? ഓങ്കോളജി ക്യാൻസർ ആണ്. ഓക്കെ, അപ്പം പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഏത് അസുഖത്തെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി? ആൻസർ എന്താണ്? ക്യാൻസർ ആണ്. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? DPT എന്ന് പറയുമ്പോൾ ഡി എന്താണ് കുഞ്ഞുങ്ങളെ? ഡിഫ്തീരിയ എന്ന് പറയും. നമ്മൾ തൊണ്ടമുള്ള എന്ന് പറയും. P എന്താണ്? പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ എന്ന് പറയും, ഇല്ലയോ? T എന്താണ്? ടെറ്റനസ് ആണ്, അല്ലെ? സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, വില്ലൻ ചുമയാണ് അല്ലെങ്കിൽ പെർട്ടൂസിസ് ആണ്. സിക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം നമുക്കറിയാം. സിക വൈറസ് അത് പ്രധാനമായിട്ടും എന്താണത്? ഈഡിസ് കൊതുകുകളാണ്. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ഇല്ലയോ? സിക വൈറസ് ഇതൊക്കെ പ്രധാനമായിട്ടും ക്യാരി ചെയ്യുന്നത് ഈഡിസ് ആണ്, ഈഡിസ് കൊതുകാണ്. ഓക്കെ, ക്യൂലെക്സ് ആണെന്നുണ്ടെങ്കിൽ മന്തും വെസ്റ്റ് നൈലും അതേപോലെ ജപ്പാൻ ജ്വരമൊക്കെയാണ്. അനോഫിലസ് ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മലേറിയ ആണ്, നമുക്കറിയാം, അല്ലെ? യെസ്. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? പലർക്കും ഡൗട്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ORT. മക്കളെ, ORT മീൻ ഓറൽ റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ്. നമ്മൾ ORS എന്ന് പറയത്തില്ലയോ, അതാണ് ORT, ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറയും. ORT. ഓക്കെ, ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. ഇത് പ്രധാനമായിട്ടും എന്താണത്? വയറിളക്ക രോഗങ്ങൾക്ക് നൽകുന്ന പ്രതിരോധമാണ് ORT, അല്ലെ? ORS ആലോചിച്ചാലും അത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറയും. ഓക്കെ, അടുത്തത് മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? നമ്മൾ സ്ലിം ഡിസീസ് എന്ന് പറയും. മെലിഞ്ഞ രോഗം അല്ലെങ്കിൽ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. ഓക്കെ, മെലിഞ്ഞ രോഗം അല്ലെങ്കിൽ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. ഓക്കെ, നമ്മൾ പോളിയോ, നമ്മൾ പിള്ളവാദം എന്ന് പറയും. കുതിരസന്നി എന്നറിയപ്പെടുന്ന ടെറ്റനസ് ആണ്, അല്ലെ? ഓക്കെ, ലോക്ജോ ഡിസീസ് എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. അപ്പൊ എയ്ഡ്സിനെ നമ്മൾ സ്ലിം ഡിസീസ് എന്ന് വിളിക്കാറുണ്ട്, ഗ്രിഡ് ഡിസീസ് എന്ന് വിളിക്കാറുണ്ട്. ഗ്രിഡ് ഗേ റിലേറ്റഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഗ്രിഡ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ജീവിതശല്യ രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2008 ഒക്ടോബറിലാണ്. ജീവിതശല്യ രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2008 ഒക്ടോബറിലാണ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാ പ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ആൻസർ 1000 ആണ്. ഓക്കെ, സോ 1000 ജനസംഖ്യക്കാണ് ഒരു ആശാ പ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാക്കുക. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മളുടെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് ചോദിച്ചത്. ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. നല്ലൊരു പാർട്ട് തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെ ബേസ് ലെവലിലും പക്ഷേ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും എക്സാം എഴുതിയ എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ഇനി നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതേപോലെ ഇനി വരാൻ പോകുന്ന എക്സാംസുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതേപോലെ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.